16 വയസ്സുള്ള മകൻ അമ്മയെ തല്ലിക്കൊന്നു. 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ കുടുംബത്തെ മുഴുവനും അടിച്ചടിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു. ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ ലഹരിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല കാരണങ്ങളുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ഒരു വശം എന്ന് പറയുന്നത് പാരൻറ്റിങ്ങിലെ ചില പ്രത്യേകതയും പ്രശ്നങ്ങളുമാണ്. ചില കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിൽ അച്ഛൻ മരിച്ചതോ അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തില്ലാത്തതായ വീടുകൾ, അതുപോലെ തന്നെ അമ്മ ഇല്ലാത്ത വീടുകൾ, അല്ലെങ്കിൽ രണ്ടുപേരും ഇല്ലാത്ത കുട്ടികൾ, ആരെങ്കിലും കൂടെ പരിചരണത്തിൽ വളരുന്നവർ, ഇവർക്കൊക്കെ കൃത്യമായിട്ട് പാരൻറ്റിങ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് പോകാണ്ടാത്തത് കൃത്യമായി തിരിച്ചറിയാനുള്ള രൂപത്തിലുള്ള ഒരു പാരൻറ്റിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് നമ്മൾ കുട്ടികളുമായിട്ട് നടത്താറുണ്ടോ? കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള സമയം കണ്ടെത്താറുണ്ടോ? അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെവിടെയൊക്കെ പോകുന്നു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, സ്കൂളിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, മൊത്തത്തിൽ അവരെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ, അവരോട് ഇടപഴകാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അവർക്ക് ഒരുപക്ഷെ പ്രശ്നങ്ങളുണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം. ഇതൊക്കെ അവരുമായി സംസാരിച്ചുകൊണ്ട് ഒരുപക്ഷെ പലതും സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും, അവർക്ക് ഒരു മനസ്സമാധാനം കിട്ടും. അതൊക്കെ നമുക്ക് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അതോ നമ്മൾ തിരക്കിൽ ആയിക്കൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളെ തിരക്കിൽ, കുട്ടികൾ അവരുടേതായുള്ള തിരക്കുകളിൽ അങ്ങനെ തന്നെ ഒരു ബന്ധമില്ലാത്ത രൂപത്തിലാണോ പോകുന്നത്? കൃത്യമായിട്ട് വിലയിരുത്തണം. അത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അതങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിലായിരിക്കും ആ കുട്ടി വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ കുട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ അവരെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലഹരി മാഫിയകളുണ്ടാവും. കൃത്യമായി അവരെ കണ്ടെത്തുകയും ഇത് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതാണ്, ഇത് നിങ്ങൾക്ക് സുഖം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലവീശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അവയർനെസ് കിട്ടുന്നതിന് മുമ്പേ ഇതുകൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് മനുഷ്യനെ ബ്രെയിനിന് വലിയൊരു ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മിക്ക അവയവങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുകയും ഒരു ഭ്രാന്തനെ പോലെ ആവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നൊന്നും അറിയാതെ തന്നെ അവയർനെസ് കിട്ടുന്നതിന് മുന്നേ ഇത് തുടങ്ങുകയും പിന്നീട് ഇത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. മിക്കവാറും ഇത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പറായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിലും ഒരു ആനന്ദത്തിലെത്തുകയും ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലിനേക്കാളും താഴോട്ട് പോവുകയും ചെയ്യുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് പാരൻറ്റിങ്ങിൻ്റെ വശം തന്നെയാണ്. മറ്റൊരു വശം എന്ന് പറയുന്നത് ഇത്തരം മാഫിയകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും സപ്പോർട്ടുകൾ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തലാക്കാനും അതിന് തക്കതായ രീതിയിൽ ഇത് കണ്ടെത്തി അവരെ പിടിക്കാനും നിയമ നടപടി സ്വീകരിക്കാനൊക്കെ മറ്റൊരു വശം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് വശങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകളിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. ഇനി അഥവാ ഒരു ആൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വരികയും ചെയ്യുന്ന ആളാണെങ്കിൽ അവരെ നമ്മൾ ഒരു പ്രതിയായി കാണാതെ ഒരു രോഗിയായി മാത്രം കണ്ടുകൊണ്ട് നമ്മൾ അതിനുള്ള പരിചരണങ്ങളും ഈ അഡിക്ഷൻ പോലത്തെ സംവിധാനങ്ങളും ചെയ്യുകയും ഇനി തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് പോകാതിരിക്കാനുള്ള സപ്പോർട്ടുകൾ, കമ്മ്യൂണിറ്റി സപ്പോർട്ടുകൾ, ഫാമിലി സപ്പോർട്ടുകൾ ഒക്കെ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇഷ്ടപ്പെടാത്ത മറ്റു സംഭവങ്ങളുണ്ടായാൽ വീണ്ടും അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള സപ്പോർട്ടുകളും ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ ഇത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കും.
കൃത്യമായ അവയർനെസ് പ്രോഗ്രാമുകളും നടത്തുകയും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതും നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ നല്ലൊരു നാൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.